ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാകുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ടായത്. കാരണം ഇന്ന് മക്കൾസിനെ സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ രാവിലെ അവർക്ക് ഇന്ന് ചോറാണ് കേട്ടോ ഉച്ചക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ച അവർ വൈകുന്നേരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫുഡാക്കി കഴിഞ്ഞാൽ ആ വൈകുന്നേരം വന്നാൽ അവർ ഫുഡെല്ലാം കഴിച്ചാൽ പിന്നെ അങ്ങനെ രാത്രിയേക്ക് വേറൊന്നും ആക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവർ വൈകുന്നേരം കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതി. കാരണം ഒന്നാമത് നല്ല വൈകുന്നേരം ആകുമ്പോഴല്ലേ നമ്മൾ മക്കൾ വരുന്നത്. ഏകദേശം ഒരു 4:30-4:45 ആകും കേട്ടോ. അപ്പോൾ പിന്നെ വന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ടൈം ആവുമല്ലോ. പിന്നെ രാത്രിയിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും പിന്നെ ആക്കലില്ല കേട്ടോ. നമ്മൾ കൂടുതലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ എന്തെങ്കിലും ഫുഡെല്ലാം സെറ്റാക്കി വെക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ ചിക്കൻ കുറുമയും അതുപോലെ തന്നെ നമ്മളെ ഊത്തപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കുറുമ. ഓരോരാളും ഓരോരോ രീതിയിലായിരിക്കും ആക്കല്. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ ഞാൻ ആക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തക്കാളി, ഉള്ളി സംഭവങ്ങളെല്ലാം ഇവിടെ മുറിച്ച് റെഡിയാക്കിയ പിന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്നൊരു വ്ളോഗ് എടുക്കുക, എന്തായാലും ഈ റെസിപ്പിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്നായിരുന്നു കേട്ടോ വ്ളോഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ ചിക്കനും എല്ലാം ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അതെല്ലാം കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പൊന്നും അങ്ങനെ ഓവറായിട്ട് വേണ്ട, കുറച്ച് മതി. അപ്പോൾ അത് നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടുമല്ലോ. പിന്നെ കുറച്ച് തേങ്ങയും എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നെ കറിവേപ്പില പറിച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ നമ്മളെ പാത്രം ചൂടാകുന്ന ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറിവേപ്പിലയെല്ലാം പറിച്ചുകൊണ്ടിരുത്താണ്. അപ്പോൾ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നല്ലൊരു ഇന്നത്തെ ദിവസം ശരിക്കുണ്ടല്ലോ ചെറിയൊരു മഴക്കാറും ഇതെല്ലാമായിട്ട് നല്ലൊരു ചില സമയത്ത് നമുക്ക് മഴക്കാർ വെള്ളം കിട്ടുമ്പോൾ എന്തോ ഒരു നമ്മളെ മെയിൻറ്റും ഒരു മൂടിയ പോലെയാണ്. പക്ഷെ ചില സമയത്തില്ല ഒരു മഴക്കാറുണ്ടല്ലോ നല്ലൊരു വൈബായിരിക്കും. ആ ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഈ ബീച്ചിലെല്ലാം പോയി കഴിഞ്ഞാലൊരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഇതാ ഞാനങ്ങനെ കറിവേപ്പിലയെല്ലാം പറിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് നല്ലോണം കാഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ നല്ല ഫ്ലെയിമെല്ലാം നല്ലപോലെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ് അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു പിന്നെ നമ്മളെ ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും ഓവറായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരു മാക്സിമം ഒരു 3-4 പീസസ് മാത്രമേ ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിളാണ് കേട്ടോ. നമുക്ക് അധികം ഇങ്ങനെ സൽക്കാരം പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം അധികം ഈ ബട്ടൂറ ഇങ്ങനത്തെ ചിക്കൻ കുറുമ അതുപോലെ തന്നെ ഊത്തപ്പം, ചിക്കൻ കുറുമ അങ്ങനെയെല്ലാം പൊറോട്ട അങ്ങനെ അതിനെല്ലാം കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പം അധികം ഈ പാർട്ടിയും സൽക്കാരെല്ലാം ഉള്ളേരം നമ്മളിങ്ങോട്ടെല്ലാം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളെ ഉള്ളി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് ഒന്ന് അടച്ച് വെക്കലാണ്. അപ്പം ഉള്ളിയെല്ലാം പെട്ടെന്ന് തന്നെ നല്ല വാടി സെറ്റായി കിട്ടുമല്ലോ. നമ്മൾ ഏത് പച്ചക്കറിയെല്ലാം ഇങ്ങനെ ആക്കുമ്പം പെട്ടെന്ന് ഉള്ളി തക്കാളിയെല്ലാം വാടാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ ദമ്മായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബാക്കിയിലെ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് അങ്ങനെ ചേർക്കലാണ്. പിന്നെ ഇതിൽ ഓവറായിട്ട് നമ്മളെ മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എരിവെല്ലാം നോക്കിയിട്ട് പച്ചമുളകെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ചെറിയ എരിവേ ഇല്ല കേട്ടോ. ഞാനിവിടെ കൂടുതൽ എന്താക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഓവർ എരിവ് ആക്കൽ കുറവാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ നമ്മളെ മക്കൾസിന് കൊടുക്കേണ്ട ആ ഒരു രീതിയിലല്ല ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അങ്ങനെ എരിവൊന്നും ആക്കലില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉള്ളി തക്കാളിയെല്ലാം വാടി വന്ന ആ ഒരു ടൈമിൽ തന്നെ
അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറീൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കളറെല്ലാം ചേഞ്ച് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ കുറുമ വെക്കുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ വെക്കൽ. പക്ഷെ ചില ആൾക്കാരെല്ലാം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെക്കലുണ്ട്. പക്ഷേ ആ ഒരു കറക്റ്റ് ഇത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതായത് കുരുമുളകെല്ലാം കാലിയായിട്ടുണ്ടായിന് ബോട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കുരുമുളകെല്ലാം മുമ്പേ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കലാണ്. കാരണം നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴേക്കും ഏതെങ്കിലും ബോട്ടിൽ കാലിയായിട്ടുണ്ടായാൽ പിന്നെ അതെടുത്ത് സെറ്റാക്കി എല്ലാവർക്കും കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ബോട്ടിലെല്ലാം കാലിയായതെല്ലാം നോക്കിയിട്ടെല്ലാം ഫുള്ളാക്കി വെക്കും കേട്ടോ. പക്ഷേ ഇത് കുരുമുളക് പൊടിയുടെ കാര്യം മറന്നേ പോയിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് മാത്രമാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ടൈമും ഇട്ട് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കലാണ്. അപ്പോൾ നല്ല ചൂടിലെ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പെട്ടെന്ന് തന്നെ നല്ല അരഞ്ഞ് കിട്ടും കേട്ടോ ഇതെല്ലാം. അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു മാക്സിമം ഒരു 10 ഇല്ല കേട്ടോ അണ്ടിപ്പരിപ്പ്, അത്രയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാനിതിൽ കുറച്ച് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതെല്ലാം അവിടെ നിന്ന് അറിയുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ വേഗം ഫാസ്റ്റിൽ ഓരോരോ കാര്യങ്ങളും ചെയ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ ക്യാരറ്റെല്ലാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് എല്ലാത്തിനും വേണ്ടി കുറച്ചധികം തന്നെ മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. മല്ലിയില ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല എന്നാണ്. കാരണം ഞാൻ അധികം എല്ലാത്തിലും മല്ലിയില ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലേൻ്റെ ആ ഒരു ഫ്ലേവർ. പിന്നെ മല്ലിയില ഇട്ടാൽ കുറച്ചും കൂടിയും നല്ലൊരു പാങ്ങല്ലേ നമുക്കെല്ലാം കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ അടുപ്പുണ്ടല്ലോ നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കർ, അപ്പോൾ അത് കുറച്ച് പണി കിട്ടും. കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്കെല്ലാം പിടിക്കും. പക്ഷേ അതിങ്ങനെ ഓരോരോ രീതി, നമുക്ക് എത്ര ഫ്ലെയിം പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുത്തിട്ടേ അതിൻ്റെ ആ ഒരു ഫ്ലെയിമെല്ലാം ഇങ്ങനെ കുറഞ്ഞ് വരുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കലാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഫ്രഷ് ക്രീം. അപ്പോൾ അതും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പെല്ലാം അരച്ച ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ ഈ ക്രീം ചേർത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്നില്ല, നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ആ ഒരു ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനെ ഓവറായിട്ട് ചേർക്കണം എന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടിയും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഏലക്കായ് ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നും ഓവറാകാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ എക്സ്ട്രാ മസാലപ്പൊടിയെല്ലാം ചേർക്കുന്ന ടൈമിൽ കുറേ വാരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു കുത്തൽ തന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി കറിയായി കേട്ടോ. നല്ല ക്രീമി നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അതെല്ലാം ഇട്ട് ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടാ. ഇനിയിപ്പോൾ കാരണം അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിലെ ചൂടും കൂടി കയറിപ്പോവും. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ആ ഒരു ഊത്തപ്പം ചുട്ടെടുക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് പാത്രങ്ങളെല്ലാം ഒരുപാട് ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഈ ചടപടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ പണികൾ തീർക്കുമ്പോൾ ഉണ്ടല്ലോ, അതുപോലെ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലായിട്ടെല്ലാം പാത്രവും എല്ലാം അങ്ങനെ ക്ലീനാക്കി വെക്കലാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിക്കുമ്പോൾ
ഒരുപാട് പാത്രങ്ങളാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ എന്തെങ്കിലും അടുക്കെല്ലാം ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഇങ്ങനെ എന്താണ് കുറച്ച് ഉള്ളിയെല്ലാം വാടാനില്ല ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പാത്രങ്ങളെല്ലാം വേഗം കഴുകി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കിച്ചണും പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് വേഗത്തിൽ പണിയും തീർക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് ലാസ്റ്റ് കഴുകാൻ എനിക്ക് ഇഷ്ടമേ ഇല്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഊത്തപ്പം ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാവിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിലങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാനിത് ഇഡ്ഡലി മാവിന് അരച്ചെടുത്തൊരു മാവാണ് കേട്ടോ ഇത്. പക്ഷേ ഊത്തപ്പത്തിൻ്റെ ഒരു കറക്റ്റ് റെസിപ്പിയൊന്നല്ല കേട്ടോ ഇത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു എന്താണ് ഇതിലിങ്ങനെ ആകുമ്പോൾ കുറച്ച് പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഇഡ്ഡലിക്കെല്ലാം അരക്കുന്നതല്ലേ. അപ്പം ഇതിലും ആക്കലുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു കറക്റ്റ് റെസിപ്പി ഇതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഏതെങ്കിലും വ്ളോഗിൽ ഇൻഷാ അല്ലാ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ കുറച്ച് ചെറിയ ദോശയാക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും പിന്നെ കുറച്ച് വലിയ ടൈപ്പൊന്നും പാങ്ങുണ്ടാവില്ല കേട്ടോ. ഊത്തപ്പം എല്ലാം ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞാന്ന് ഊത്തപ്പം നല്ല പാങ്ങുണ്ടാവില്ല കാണാനും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെ മക്കൾസിനെല്ലാം കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയതാക്കിയാലാണ് അവർക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം അവർ ചെറുതാണ്. അപ്പോൾ അവർക്കനുസരിച്ച് കുഞ്ഞാക്കിയാൽ നല്ലൊരു പാങ്ങല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ മല്ലിയിലെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഊത്തപ്പത്തിൽ ചില ആൾക്കാർ ഉള്ളിയും കട്ടാക്കി ഇടലുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു ക്യാരറ്റും മല്ലിയില തന്നെ നല്ലൊരു കളറാണ് കേട്ടോ. കാണാൻ നല്ലൊരു കളർ കോംബോ അല്ലേ രണ്ടും വരുമ്പോൾ. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ തിരിച്ചിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്താൽ മതി. കാരണം ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു മുകളിലിട്ട് ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കരിഞ്ഞു പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ആവുകയേ വേണ്ടു കേട്ടോ. അടിയിൽ നിന്ന് തന്നെ നല്ലപോലെ കുക്കായി കിട്ടും. പെട്ടെന്ന് ഇത് റെഡിയാകുന്നൊരു അപ്പമാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടെല്ലാം വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുമ്പെല്ലാം ഞാൻ അധികം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം നമ്മൾ ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്നറിയില്ല, നമുക്കിങ്ങനെ ചില റെസിപ്പിയെല്ലാം ഇങ്ങനെ പിന്നെ ആക്കാൻ മടി വരും. ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എത്തിക്കും ഇങ്ങനെ ഊത്തപ്പവും ഇങ്ങനത്തെ കറികളെല്ലാം ആക്കലാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ആക്കലേ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും ഇതൊരു ആക്കണേന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ദിവസം ഇതാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം ചുട്ട് എല്ലാം ഏകദേശം എല്ലാം സെറ്റായി ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മളെ മക്കൾസെല്ലാം എത്തിയിട്ടുണ്ടായത്. അപ്പോൾ സാധാരണ ബസ് ഇറങ്ങിയിട്ട് ചില ടൈമിനെല്ലാം കൂട്ടാം. അപ്പോൾ ഈ ബാഗ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ബാഗിൽ കാര്യമായിട്ടൊന്നുമില്ല. ആകെ ഒരു നോട്ട്ബുക്കോ അത്യാവശ്യം ഒരു നോട്ട്ബുക്കല്ലേ കൊണ്ടുവരില്ല. ഇപ്പോൾ ഇവർ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ബുക്സൊന്നും അങ്ങനെ പുറക്കേക്ക് അങ്ങനെ കൊടുക്കില്ല. പിന്നെ ഈ വാട്ടർ ബോട്ടിലാണ് കേട്ടോ മെയിനായിട്ടുള്ള കാരണം ഈ വെള്ളം കുടിക്കുകയേ ചെയ്യില്ല. വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ആ വെള്ളവും ആ ഒരു ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു വെയിറ്റാണ് കേട്ടോ. ഐശുവിനൊന്നും അത് പൊന്തുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഇപ്പോൾ അവർ സ്കൂളിൽ നിന്നെല്ലാം വന്ന് കഴിഞ്ഞിപ്പം ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മൾ നല്ല വാങ്ങിൽ എല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുത്തു വെക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര മടിയാണ് ഇതെല്ലാം ചെയ്യാൻ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയും കൂടി ഒരു ഉപകാരമുണ്ട്. കാരണം ഇവർക്കെല്ലാം ചെയ്യാനും കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ചില ടൈമിലെല്ലാം അതുപോലെ ചില മൂഡ് പോലെയാണ് അവർക്ക്. ചില ടൈമിൽ സ്കൂളിൽ നിന്ന് വന്ന പാട് വേഗം ഡ്രസ്സെല്ലാം മാറ്റി ബാഗെല്ലാം അതുപോലെ എടുത്ത് വെക്കുക, ഷൂസെല്ലാം ഊരി വെക്കുക, എല്ലാം സെറ്റാക്കുക. പക്ഷേ ചില ടൈമിൽ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കും അങ്ങനെ തന്നെയല്ലേ. ചില ടൈമിൽ നമ്മളും എല്ലാം ആ ഒരു കറക്റ്റ് ചെയ്യും. പക്ഷേ ചില ടൈമിൽ നമ്മളും എവിടെയെങ്കിലും പുറത്തെല്ലാം പോയിട്ട് വന്നാൽ ഞാനും ചില സമയത്ത് ബാഗ് ഒരു സൈഡിന് പുറത്തെ ഒരു സൈഡിൽ അങ്ങനെയല്ലായിരിക്കും വെക്കൽ. അപ്പോൾ അവരിങ്ങനെ ഞാൻ ഫ്രഷായിട്ടെല്ലാം വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വിളമ്പി സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മളെ കറി കണ്ടില്ലേ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതെല്ലാം വിളമ്പി അവരെ കഴിപ്പിക്കലാണ് കേട്ടോ ഇനിയത്തെ ടാസ്ക്. കാരണം അവർ ഫുഡ് കഴിക്കാനിരുന്ന് കഴിഞ്ഞാലുണ്ടല്ല ഭയങ്കര കുസൃതിയാണ്. രണ്ടാക്കും ഇങ്ങനെ കലമ്പാക്കും. പ്രത്യേകിച്ച് അവർക്ക് അടുത്തടുത്ത് തന്നെ ഇരിക്കുകയും വേണം. പക്ഷെ അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവരെ പ്ലേറ്റിലേക്കുള്ളതെടുത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഭയങ്കര ഒരു ഗുൽമാലാക്കും. അപ്പം നമ്മളിങ്ങനെ അടുത്ത് തന്നെ ഒരാൾ വേണം അവർ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പം ഞാൻ പിന്നെ
എല്ലാം ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ട് അവരെ വിളിക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ഈ ഒരു ഊത്തപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ നല്ലൊരു കോംബോ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിക്കൽ. പിന്നെ അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ടേസ്റ്റും ചോദിക്കലാണ് കേട്ടോ. അപ്പം ഇത് എല്ലാ ടൈമിലൊന്നും ഞാനിങ്ങനെ നല്ല ഫുഡൊന്നും വരുമ്പോഴത്തേക്ക് സെറ്റാക്കുമൊന്നുമില്ല കേട്ടോ. ചില ടൈമിൽ ചായയോ ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചില ടൈമിൽ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ അതിങ്ങനെ ഓരോരോ ദിവസത്തെ ആ ഒരു ഇതുപോലെയാണ് കേട്ടോ. അല്ലാണ്ട് മക്കൾസ് വരുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല വെറൈറ്റി ഫുഡെല്ലാം ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കലൊന്നുമില്ല. ചില ടൈമിനെല്ലാം എന്താണ് നോർമൽ തന്നെ നമ്മൾ ചില വ്ളോഗ്സിലെല്ലാം അധികമാളും ചോദിക്കലുണ്ട് നിങ്ങളെ വീട്ടിൽ എപ്പോൾ ഇങ്ങനത്തെ നല്ല അടിപൊളി ഫുഡ്. കാരണം അങ്ങനത്തെ നല്ല നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അധികമാളും ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് എപ്പോൾ ഇങ്ങനത്തെ ഫുഡ് തന്നെയാണോ ആക്കലെന്ന്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മളും എല്ലാം സാധാ പോലെ തന്നെ നല്ല നോർമലായിട്ട് എല്ലാ ടൈപ്പ് ഫുഡും നമ്മളാക്കും. പക്ഷെ ഞാൻ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു പാങ്ങിലെ ഫുഡെല്ലാം വീഡിയോയിൽ കാണിക്കുന്നതാണ്. മറ്റുള്ള ഇങ്ങനെ സാധാ നോർമലായിട്ടുള്ള പരിപ്പ് കറിയും അങ്ങനത്തെ എല്ലാം ആക്കും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ എല്ലാം റെസിപ്പീസ് അല്ലേ എല്ലാവർക്കും ഇഷ്ടം. ബാക്കിയുള്ള എല്ലാവർക്കും അറിയുന്ന നോർമൽ റെസിപ്പീസും കാര്യങ്ങളല്ലേ സാധാ ചോറ് കറിയെല്ലാം. പക്ഷേ ഇങ്ങനത്തെ എല്ലാമാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടെല്ലാം ആക്കുമ്പോൾ വീഡിയോ എടുക്കലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഇത് അവർ ഫുഡെല്ലാം കഴിച്ചതിനിപ്പം കുറച്ച് സമയം ഒന്ന് മുറ്റത്ത് നിന്ന് ഇതാക്കലാണ് കേട്ടോ. കാരണം ഇവർ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ ഫോണ് നോക്കൽ മെയിനായിട്ടുള്ളൊരു പണിയാണ്. അപ്പം പിന്നെ നമ്മൾ മക്കൾസിൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ കേട്ടോ അവർക്കും നല്ലൊരു കളിക്കാനും ഇതെല്ലാം ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ മാക്സിമം ഇവരെപ്പുറം വൈകുന്നേരം ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ആ സൈക്കിൾ ഓടിച്ചിട്ടും അങ്ങനെയെല്ലാം കളിക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് നമുക്ക് മുറ്റത്തിറങ്ങി ഞാനൊക്കെ ഇന്ന് മുറ്റമെല്ലാം അടിച്ച് വരാനുണ്ട്. കാരണം മുറ്റത്ത് ഫുള്ളായിട്ട് കാട്ടം ഇങ്ങനെ നിറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. മുമ്പൊന്നും ഇങ്ങനെ ഇത്ര കാട്ടം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ ഇവർ ഇല്ല പേപ്പറും മുട്ടായിൻ്റെ കടലാസ് എല്ലാം ഇടും. നമ്മൾ ചില സമയത്തെല്ലാം പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ ചില സമയത്ത് തിന്നിട്ട് അങ്ങനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാനുണ്ട്. ഇല്ലെങ്കിൽ മുറ്റടിക്കുന്ന ഒരു പരിപാടിയേ ഉണ്ടാകില്ല കേട്ടോ. എപ്പെങ്കിലും മുറ്റമെല്ലാം അടിക്കാനുണ്ട്. പക്ഷെ ഇപ്പം വേഗം കാട്ടം ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവർ കളിയും നടക്കുന്നുണ്ട്, എൻ്റെ പണിയും നടക്കലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ഫുള്ള് മുറ്റെല്ലാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇന്നത്തെ വ്ളോഗിൽ ഇങ്ങനെ കാര്യമായിട്ടൊരു കാര്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഒരു രസമാണ് കേട്ടോ. എനിക്ക് ശരിക്കുണ്ടല്ല ഈ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ കിട്ടൽ. ഓരോരാൾക്കും ഓരോരോ രീതിയായിരിക്കും. ഓരോരാൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു സന്തോഷം കിട്ടുന്നത്. അപ്പം എനിക്ക് മെയിനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വ്ളോഗ്സും ഇതുപോലെ വീഡിയോസെല്ലാം എടുക്കാനും എഡിറ്റ് ചെയ്യാനും. അതിനോട് വല്ലാത്തൊരു ഇതാണ് കേട്ടോ എനിക്ക്. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഓരോരാൾക്ക് ഓരോന്നിനോടല്ല ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. ഓരോരാൾക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും, ക്രാഫ്റ്റിങ്, അങ്ങനെ പല ഇൻട്രസ്റ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഇതെല്ലാം ഓരോരാളെ ഇഷ്ടങ്ങളാണല്ലോ നമ്മളിങ്ങനെ വീഡിയോസെല്ലാം എടുത്ത്. അപ്പം നമുക്ക് ഏതിലാണോ സന്തോഷം കിട്ടുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരാൾ നീ ഇന്നത് നീ അത് നീ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇതുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമുക്കത് എത്ര ബനയില്ലൊരു പണിയാണെങ്കിലും അത് ചെയ്യാൻ നല്ല ഇഷ്ടമാണെങ്കിൽ അതൊരു ബനയായിട്ട് നമുക്ക് തോന്നുകയേ ചെയ്യില്ല. ഇപ്പം അതായത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിന് നമുക്കധികം അതായത് പുറത്തൊന്നും ജോലിക്കൊന്നും പോകാത്തൊരു ലേഡി ആണെങ്കിൽ നമുക്കെപ്പോഴും നമ്മളെ പുരക്കത്തെ പണികളെല്ലാം കഴിഞ്ഞ് നമുക്ക് പുരയെല്ലാം ഒന്ന് അടക്കി ഒതുക്കി വെച്ച് അതെല്ലാം ഇങ്ങനെ കാണുമ്പം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ലേ. നേരെ മറിച്ച് നമ്മൾ അതൊന്നും ചെയ്യാണ്ട് എപ്പോൾ ഇങ്ങനെയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നൽ. നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് അതുപോലെ തന്നെ നമുക്കായിട്ടും എന്തെല്ലോ കാര്യങ്ങളെല്ലാം ചെയ്യുക. വേറെ എല്ലാവർക്കും നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നമുക്കായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം എനിക്കിങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിലെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്തലാണ് കേട്ടോ. കാരണം നമുക്കാരും സന്തോഷമൊന്നും കൊണ്ടുതരുമൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ ചെറിയ കാര്യങ്ങളിലായാലും അതിലെല്ലാം ഹാപ്പിനെസ് കണ്ടെത്തി നല്ല ഹാപ്പി ആയിട്ട് പോകാൻ നോക്കാം.
അപ്പം ഞാൻ ഇങ്ങനെയെല്ലാം കേട്ടോ ചെയ്യൽ. എനിക്ക് ഇങ്ങനത്തെ കാര്യം പോലെ എനിക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ അടിച്ചു വാരി ക്ലീൻ ആക്കൽ, മക്കൾസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യൽ, അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെയെല്ലാം കാര്യങ്ങളിലെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇല്ലെങ്കിൽ ചില സമയത്ത് പിന്നെ എപ്പോഴും ഇങ്ങനെയൊന്നല്ല കേട്ടോ. നമുക്കെല്ലാവരും മനുഷ്യനല്ലേ, നമുക്കെല്ലാവർക്കും സങ്കടം, സന്തോഷം, ദേഷ്യം എല്ലാം വരുന്ന ഓരോരോ വ്യക്തികളാണ് നമ്മൾ. ശരിക്കും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്നൊരു ലൈഫ് ഒന്നല്ല ആർക്കും ഉണ്ടാവില്ലേ. അത് നമ്മൾ കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ തന്നെയെന്നാണ് ഓരോരാളും ചിന്തിക്കില്ല. പക്ഷെ ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും ഓരോരോ വ്യക്തികളാണ്. അപ്പോൾ അവർക്കെല്ലാം ഓരോരോ കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട്, പക്ഷെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം കേട്ടോ നമ്മളെ കാര്യങ്ങൾ. പറഞ്ഞ് എവിടെയോ എത്തിയല്ലേ, പറഞ്ഞ് ഞാൻ എവിടെയോ എത്തി. അതുപോലെ തന്നെ നമ്മൾ വ്ളോഗും നല്ല മഗ്‌രിബെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ആകാശമെല്ലാം നോക്കാൻ എന്തോ ഒരു പാങ്ങാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.